എന്നും മക്കൾ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് എന്താ കഴിക്കാനില്ലെന്നാണ്. സ്കൂളിൽ നിന്ന് വരുമ്പോൾ വല്ലാത്തൊരു വിശപ്പുമായിരിക്കും. അതുപോലെ തന്നെ നല്ല മധുരമായിട്ടുള്ള എന്തെങ്കിലും കഴിക്കാൻ കിട്ടും വേണം. എരിവിനോട് രണ്ടാൾക്കും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല മധുരമായിട്ടുള്ള റൈറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നാളെ ഇപ്പോൾ സ്നാക്സ് ബോക്സിൽ നമുക്ക് കൊടുത്തു വിടുകയും ചെയ്യാമല്ലോ. അതിനായിട്ട് ഞാനിത് 1 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ചവ്വരി സാധാരണയായിട്ട് നമ്മൾ പായസത്തിൽ ഇടാറുണ്ടല്ലേ. എന്നാൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ചവ്വരി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കണം. പിന്നെ നന്നായിട്ട് തന്നെ ചവ്വരി കുതിർന്ന് കിട്ടണേ. നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് ഉടഞ്ഞ് കിട്ടണം. ആ ഒരു പാകമായി വരുന്ന സമയത്ത് ഞാനിത് മിക്സിയുടെ വലിയ ജാറെടുത്ത് ആ വെള്ളത്തോടു കൂടി തന്നെ എല്ലാം അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അരച്ചെടുക്കുക. പിന്നെ ഈ വലിയ ജാറിൽ അരച്ചെടുക്കുന്ന സമയത്ത് ചെറിയ തരിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി നല്ല നൈസായിട്ട് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയൊക്കെ ഇറക്കുന്ന ചെറിയ ജാറുണ്ടല്ലോ അതിലിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്ന 1.5 കപ്പ് ശർക്കര പൊടിച്ചതാണ്. അതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര പാനി റെഡിയാക്കി എടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ എടുത്തോളൂ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവേ. ശർക്കര പാനി റെഡി ആയതിനു ശേഷം അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ കടായി എടുത്ത് അടുപ്പിൽ വെച്ച് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ ഈ ഒരു രീതിയിലായി വരുന്ന സമയത്ത് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വേറെ തന്നെ ഒരു ടേസ്റ്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയായി വരുമ്പോൾ ഞാനിത് നമ്മുടെ ശർക്കരപ്പാനി അരിച്ച് ചേർത്തിട്ടുണ്ട്. ശർക്കരപ്പാനി ചേർത്ത് ഇതുപോലെ നല്ലോണം തിള വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ചവ്വരി കൂടി ഇതിൻ്റെ കൂട്ടത്തിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ചവ്വരി ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിള വരുന്ന സമയത്ത് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുറുകി വരണേ. അപ്പോൾ ഈ ഒരു പാകത്തിൽ കുറുകി വരുന്ന സമയത്ത് ഞാനിത് വീണ്ടും 1 സ്പൂൺ നെയ്യോടെ ചേർത്തിട്ടുണ്ട്. വലിയ സ്പൂണിലാണ് നെയ്യ് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ കുറച്ച് വെളുത്തുള്ളിലൂടെ ചേർത്തിട്ടുണ്ട്. ഇളക്കി കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പാനിൽ നിന്നൊക്കെ ഇതുപോലെ വിട്ടങ്ങ് വന്നിട്ടുണ്ടാവും. ഇനി ഞാനിത് ഇതുപോലെയുള്ള റൗണ്ട് ആയിട്ടുള്ള പാത്രത്തിലോട്ടാണ് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള പാത്രത്തിലോട്ട് ഒഴിച്ച് അങ്ങ് സെറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് അങ്ങ് കോരി കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ മുകൾ ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നല്ലോണം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ തണുത്ത് വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നുകൂടെ അങ്ങ് സെറ്റ് ചെയ്തെടുത്തോളൂ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു ഒട്ടിപ്പിടിക്കുന്ന പാകത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ നിന്ന് സൈഡൊക്കെ അങ്ങ് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നോക്കി ഈ ഒരു പാകത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് നമ്മൾ എടുത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. മധുരം ഇഷ്ടമുള്ള നമ്മുടെ കുട്ടീസിനൊക്കെ ഇതെന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ചവ്വരി വെച്ചിട്ട് ഈ ഒരു ഐറ്റം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നങ്ങ് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ കുട്ടീസിന് കൊടുത്തിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഹൽവയുടെ വീഡിയോസൊക്കെ നമ്മുടെ ഈ ഒരു പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അതുപോലെ തന്നെ നല്ല ചൂയബിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണിത്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.